രാഹുലിനെ തൊട്ടേക്കരുത് എന്നൊരു നിർദ്ദേശം പിണറായി പോലീസിന് കിട്ടിയോ? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതായത് രാഹുൽ മാങ്കൂട്ടം MLA അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ മുഴുവൻ വല വിരിച്ചിരിക്കുകയാണ് കേരള പോലീസ്. രാജ്യത്തിന് പുറത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിലെല്ലാം ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ പിണറായി പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ലൈംഗിക പീഡന കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. വഞ്ചൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്തൊപ്പിട്ട് രാഹുൽ വീണ്ടും പോയി. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടതെന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി നൽകാനായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ തലസ്ഥാനത്തെത്തിയത്. പോലീസ് കേസ് എടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു എന്നായിരുന്നു വിവരം. ഇതിനിടയിലാണ് രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയത്. എന്നിട്ടും കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല? ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ സർക്കാർ പോലീസിന് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതായത് ആഭ്യന്തരമന്ത്രി പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, തിടുക്കപ്പെട്ട് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണ്ട, അത് തിരിച്ചടിയാകും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാകും. മറ്റു ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു നിർദ്ദേശം ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൊടുത്തിരുന്ന ഉറപ്പ് എന്താണ്? സർക്കാർ ഒപ്പമുണ്ട് എന്നായിരുന്നു. എന്നാൽ ആ ഇരയെ പോലും വഞ്ചിച്ചിരിക്കുകയാണ് സർക്കാർ എന്നിപ്പോൾ പറയേണ്ടി വരികയാണ്. രാഹുലിനെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ലുക്കൌട്ട് സർക്കുലറും പോലീസ് പുറത്തിറക്കിയത്. എല്ലാം വെറും പ്രഹസനമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം രാഹുൽ പിന്നീട് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലടക്കം വിവരമില്ല. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം വക്കാലത്തിൽ ഒപ്പിടാൻ രാഹുൽ നേരിട്ട് എത്തിയെന്ന് അഭിഭാഷകൻ പറയുമ്പോൾ രാഹുൽ തലസ്ഥാനത്ത് തന്നെ എവിടെയൊക്കെയോ കറങ്ങി നടപ്പുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പിന്തുടർന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ട എന്ന ധാരണയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. തിരക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യില്ല. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും തദ്ദേശ തിരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ CPM കരുതുന്നത്. അതായത് രാഷ്ട്രീയ കാര്യങ്ങള് ഇതിൽ പുറത്തെടുത്താൽ, ചെറുപക്ഷെ അത്തരം കാര്യങ്ങളിൽ എടുത്താൽ ഒരു രാഷ്ട്രീയ ഉപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെത്തിയ രാഹുലിനെ എന്തുകൊണ്ട് ഈ നേരം വരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല? അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയായിരുന്നു രാഹുൽ മാറി നിന്നത്. നഗരത്തിലെ ഫ്ളാറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഇന്നോവ ക്രിസ്റ്റ കാർ ഫ്ളാറ്റിൽ നിർത്തിയിട്ടിട്ടുണ്ട്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി മറ്റൊരു കാറിലാണ് രാഹുൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്രയും അങ്ങനെയാണ്. കൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന പോലീസ് എന്തുകൊണ്ട് രാഹുലിനെ പിടിക്കുന്നില്ല? അല്ലെങ്കിൽ രാഹുലിനെ മാത്രം പോലീസിന് കിട്ടാത്ത എന്താണ്? അപ്പോ അതായത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത്. ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം അവനെ പൊക്കിയെടുത്ത് അകത്തിട്ടോളണം. ഈ ഒരു നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. രാഹുലിനെ കൃത്യമായി തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ രാഹുൽ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന പോലീസ് ഈ നേരം വരെ രാഹുലിനെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാദം പറയുകയാണ്. ഒരു MLA കൂടിപ്പോയാൽ എവിടം വരെ പോകും? രാജ്യം വിട്ടു പോവില്ലല്ലോ. അത് കൃത്യമായി പോലീസിനും അറിയാം. രാഹുൽ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് പോലീസ് കൈമലർത്തുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ ഞങ്ങൾക്ക് രാഹുൽ എവിടെയാണെന്ന് അറിയില്ല, അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന വ്യവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അറസ്റ്റിലേക്ക് കടക്കുന്നതിൽ പോലീസിന് നിയമ തടസ്സവുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് രാഹുലിനെ ഒന്നും തൊടുന്നില്ല? അവിടെയാണ് അങ്ങ് മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് പോലീസ് അനുസരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് രാഹുലിന്റെ അറസ്റ്റ് ഈ എലിയെ പൂച്ചയിട്ട് കളിപ്പിക്കുന്നില്ലേ, അതുപോലെ ഇട്ട് കളിപ്പിക്കണം. അതിനുശേഷം ഒരു അറസ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം.
തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കൃത്യമായ കളിയായി മാറുകയാണ് ഇപ്പോൾ സർക്കാരും CPM-ഉം ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് കൊടുത്ത വാക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മനഃപൂർവ്വം രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. നാട്ടുകാർ പറയുന്നതാണേ മുഖ്യ. യുവതി മറ്റു ചില വെളിപ്പെടുത്തലുകൾ കൂടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇതും കൂടി പുറത്തു വരുമ്പോൾ രാഹുലിന് ചില കുരുക്കുകൾ മുറുകുന്നുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ തന്നെ ചൂഷണം ചെയ്തതെന്നാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യുവതി ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നതായാണ് യുവതി മൊഴിയിൽ പറയുന്നത്. ഈ വാദങ്ങളിൽ വിശ്വസിച്ചാണ് താൻ ഗർഭം ധരിക്കാൻ തയ്യാറായത്. എന്നാൽ എന്തിനാണ് പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ നിർബന്ധിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതാ യുവതിയെ കെണിയിൽ പെടുത്താനുള്ള രാഹുൽ എന്ന നേതാവിന്റെ തന്ത്രമാണോ എന്നാണ് ഇപ്പോൾ പല കോണിലും വാദങ്ങൾ ഉയരുന്നത്. എന്തായാലും ഈ യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് രാഹുൽ ഈശ്വർ കാരണം ഈ ജാമ്യാപേക്ഷയിൽ അത്തരത്തിലൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ചാറ്റ് ഓഡിയോയും ഒക്കെ പുറത്തു ഇതൊന്നും രാഹുൽ തള്ളി പറയുന്നില്ല. അപ്പോ രാഹുലിന് ഇതൊക്കെ ചിലപ്പോൾ കൊടുക്കാവുന്ന കാര്യങ്ങളാകാം, ചിലതൊക്കെ ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. രാഹുൽ നേരത്തെ കോയമ്പത്തൂരിലുണ്ടെന്നൊക്കെ ചില വാദങ്ങൾ പുറത്തു വന്നിരുന്നു. പാലക്കാട് തന്നെ ഉണ്ടായിരുന്നതായും ഇപ്പോൾ തൃശ്ശൂരിലാണ് എന്നൊക്കെയുള്ള പല ഊഹാഭോഹങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഒരു കാര്യം ഉറപ്പായിരുന്നു, പാലക്കാട് തന്നെ രാഹുൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പാലക്കാട് തൃശ്ശൂർ അതിർത്തിയിൽ രാഹുൽ താമസിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ നൽകിയ ചില വിവരങ്ങളെ തുടർന്ന് പരിശോധനകൾ മാത്രമാണ് പാലക്കാട് പോലീസ് നടത്തുന്നത്. രാഹുലിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോലീസ് പോകുന്നില്ല. രാഹുലിന്റെ ഓഫീസ് ഇന്നും പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് രാഹുൽ പാലക്കാട് നിന്നും കഴിഞ്ഞ ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിൽ രാഹുലിനെ സഹായിച്ച ഒരു സംഘം ആളുകളുണ്ട്. അവരിലൊക്കെ അന്വേഷണം എത്തിക്കുന്നതിനുള്ള ഒരു നീക്കം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കൺവെട്ടത്ത് തന്നെ രാഹുൽ ഉണ്ട് എന്നുള്ളത് പോലീസിന് അറിയാം. പക്ഷേ പോലീസ് അറസ്റ്റിന് തുനിയുന്നില്ല. AKG സെന്ററിൽ നിന്ന് ഉത്തരവ് കിട്ടിയാൽ മാത്രമേ പോലീസ് ഇനി അനങ്ങുകയുള്ളൂ. തിരുവനന്തപുരത്ത് എത്തിയ രാഹുൽ തിരികെ പാലക്കാട്ടേക്ക് പോയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ജില്ല വിട്ടു പോകരുത് എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല. രാഹുലിന്റെ വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. ജില്ല വിട്ടു പോകുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരിച്ചടിയാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് തന്നെ രാഹുൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് സമയത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓണായിരുന്നു. ആ ഓണായ സമയത്ത് പാലക്കാട് ലൊക്കേഷൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. പീഡനം നടന്നതായി പറയുന്ന ഫ്ളാറ്റുകളിൽ നിന്ന് ഇപ്പോൾ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ VS ദിനരാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. യുവതി നൽകിയ മെഡിക്കൽ രേഖകളുടെയും ഓഡിയോ റെക്കോർഡുകളുടെയും ആധികാരികതയും പരിശോധിക്കുകയാണ്. ഗർഭചിത്ര ഗുളിക കഴിച്ച ശേഷം ഉണ്ടായ അവശതകൾ പരിഹരിക്കാനായി കണ്ട ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിൽ രാഹുൽ വിഷയത്തിൽ VD സതീശൻ വീണ്ടും പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ശബരിമല കൊള്ള മറയ്ക്കാൻ മറ്റൊരു വിഷയം കൊണ്ടുവന്നാല് ഞങ്ങൾ അതിൽ വീഴില്ല എന്നും രാഹുൽ വിഷയത്തിൽ പാർട്ടി നിലപാട് KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വീഡിയോയിൽ പ്രതികരിക്കുന്നുണ്ട്. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അഭിമാനകരമായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും VD സതീശൻ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് തെളിവുകൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. അപ്പോൾ ഈ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ എന്താണ് നടക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള